ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC 2024 ചോദിച്ചിരിക്കുന്ന ഹിസ്റ്ററി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പം കുറേ അധികം ചോദ്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഏകദേശം 5ഓളം ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അടുത്തടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യാം. വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ഇത് 53-24 എന്ന് പറയുന്ന ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ ഏതാണെന്ന് ഞാൻ ഒന്ന് പറയാം, ഒരു സെക്കൻഡ്. അതായത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡർ, എക്സ് സർവീസ് മാനകത്ത് വരുന്നതാണ്. വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചു. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട് സ്വീകരിച്ചു. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. ഇതിനകത്ത് വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് വിവേകാനന്ദൻ, പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ ഏത്? കളവൻകോട് പ്രതിഷ്ഠയാണ് ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയത്. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1ാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. പാട്ടുകളിലൂടെയാണ് തന്റെ ആശയം പ്രചരിപ്പിച്ചത്. വില്ലുവണ്ടി യാത്ര നടത്തി. ഏതാണ് വരുന്നത്? വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളിയാണ്. സോ 1ഉം 3ഉം ആണ് ശരിയായിട്ട് വരുന്നത്. അടുത്തത്, ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ ഏവ? 1ഉം 3ഉം. ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനും. കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും. വക്കം മൗലവി മുസ്ലിം ഐക്യ സംഘം, അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, ശ്രീനാരായണ ഗുരു SNDP. അടുത്തത്, 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം എന്ത്? ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. ഡേറ്റ് ഓർക്കണേ, ജൂലൈ 31. അടുത്തത് 39-24 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. തെറ്റായ ജോഡി കണ്ടെത്തുക. അഭിനവ ഭാരത് സൊസൈറ്റി VD സവർക്കർ, ഗദ്ദാർ പാർട്ടി ലാല ഹർദയാൽ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസൻ, അനുശീലൻ സമിതി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബരീന്ദ്ര കുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസും. ബരീന്ദർ കുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസും. അടുത്ത ക്വസ്റ്റ്യന് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ പറ്റിയിട്ടാണ് പറയുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തത് സെമീന്ദാർമാരാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലല്ല, നമ്മളെ ബീഹാർ, ഒറീസ ആ ഒരു സ്ഥലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. സോ 1ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. 1ഉം 3ഉം. മറ്റേത് മഹൽവാരി സിസ്റ്റം ആണ് വടക്കു പടിഞ്ഞാറ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. അടുത്തത് 52-24 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. മറ്റേത് ഒരു ചെറിയ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അതിനകത്ത് 2 ഹിസ്റ്ററി ചോദ്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് 52-24 ആണ്. അപ്പൊ ഇത് ഏത് ചോദ്യ പേപ്പറിന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൽ വാർഡൻ, ജൂനിയർ ലാബ് അസിസ്റ്റന്റ്, കെയർ ടേക്കർ, ക്ലർക്ക് എന്നൊക്കെ പറഞ്ഞ പരീക്ഷയിൽ നടന്നിരിക്കുന്ന ചോദ്യങ്ങളാണ്. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, വൈകുണ്ഠസ്വാമി, വാഗ്ഭടാനന്ദൻ. ഈസി ആയിട്ട് കിട്ടുമല്ലോ. അതിനകത്ത് ആൻസർ ഏതാണോ? 1, 2, 4. 1, 2, 4. ഇപ്പത്തിനകത്തും പ്രാചീന മലയാളം ഉണ്ടായിരുന്നല്ലോ.
ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരു, വാഗ്ഭടാനന്ദൻ, അഭിനവ കേരളം. അപ്പം 1, 2, 4 എന്നിവ ശരിയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ കേന്ദ്രങ്ങളും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക. ഇവിടെ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. ഒന്നാമത്തിന്റെ ആൻസർ 3. കാൺപൂർ നാനാ സാഹിബ്, ബീഹാർ കൺവർ സിംഗ്, ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസി റാണി ലക്ഷ്മിബായി. ഈസിയായിട്ട് കിട്ടുന്ന സംഭവമാണ്. പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 30 ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായിട്ട് കൊണ്ടാടാൻ തീരുമാനിച്ചു. ഏത് സമ്മേളനമാണ്? ലാഹോർ സമ്മേളനം 1929. ഈ ഒരു ചോദ്യം ഇഷ്ടം പോലെ ടൈംസ് പല രീതിയിൽ ചോദിച്ചിട്ടുള്ളതാണ്. സ്വാതന്ത്ര്യദിനം 30 ജനുവരി 26. ചൈനയെ ആധുനീകരിക്കാൻ സൺ യാത് സെൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാം ശരിയാണ്. അറിയത്തില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. സൺ യാത് സെൻ. മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തിയെയും പുറത്താക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. സൺ യാത് സെന്റെ ആശയങ്ങൾ. മഞ്ജു രാജവംശത്തിനെയും സാമ്രാജ്യ ശക്തിയെയും പുറത്താക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം ചെയ്യുകയും ചെയ്യുക. അടുത്തത് സംഭവങ്ങൾ കാലഗണ അനുക്രമത്തിൽ രേഖപ്പെടുത്തുക. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഏത് വർഷം ആണ് നടന്നിരിക്കുന്നത്? 1776 ബോസ്റ്റൺ ടീ പാർട്ടി വർഷം 1773 അല്ലെ? ബോസ്റ്റൺ ടീ പാർട്ടി ഡിസംബർ 16. പാരീസ് ഉടമ്പടി ഏത് വർഷമാണ്? പാരീസ് ഉടമ്പടി 1783. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1774. ഇതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് നോക്കാം. ബോസ്റ്റൺ ടീ പാർട്ടി, അതിനുശേഷം ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം, ദെൻ അമേരിക്കന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ദെൻ പാരീസ് ഉടമ്പടി. അതറിയത്തില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. അടുത്തത് 1124 എന്ന് പറയുന്ന ഒരു ചോദ്യ പേപ്പറിലേക്കാണ് നമ്മൾ പോകുന്നത്. 1124. ഒരു സെക്കൻഡ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. കേരളത്തില് നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. 1, 2, 3 ശരിയാണ്. ആൻസർ വരുന്നത് 3 പോയിന്റും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. വൈക്കം സത്യാഗ്രഹം ശരിയായത് തെരഞ്ഞെടുത്തെഴുതുക. ഗുരുവായൂർ സത്യാഗ്രഹം 31. ക്ഷേത്രപ്രവേശന വിളംബരം 36. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. ബിയും സിയും ഡിയും ശരിയാണ്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916. അടുത്തത് ആര്യ സമാജം, സ്വരാജ് പാർട്ടി, സ്വതന്ത്ര പാർട്ടി, രാമകൃഷ്ണ മിഷൻ. അതിന്റെ ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആര്യ സമാജം ആരാ? ബ്രഹ്മാനന്ദ സരസ്വതി. സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു. സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. 2, 3, 4 ആണ് ശരി. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്?
ഏതാണ്? പാരീസ് ഉടമ്പടി 1783. പാരീസ് ഉടമ്പടി. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവയിൽ ഏതു വൻകരയിലുള്ള രാജ്യത്തു നിന്നാണ്? ഏഷ്യ. അടുത്തത് 2024 എന്ന് പറയുന്ന ചോദ്യപേപ്പറാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ. 41 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടസ്. ബ്രിട്ടീഷുകാരല്ല നടപ്പിലാക്കിയത്, പോർച്ചുഗീസുകാരാണ് കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയിരിക്കുന്നത്. സോ ഒന്നാമത്തെ ആൻസർ 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയിട്ട് കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാര്. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഡച്ചുകാരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഇത് കാർട്ടസ് എന്ന് പറഞ്ഞിരിക്കുന്നത് പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് രണ്ടാമത്തത്. കാലഗണന പ്രകാരം ക്രമീകരിക്കുക. വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, പാലിയം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. ഏതാണ് വരുന്നത്? ആദ്യം ചാന്നാർ ലഹള 1859, വൈക്കം സത്യാഗ്രഹം 1924-25 കാലഘട്ടത്തില്, ക്ഷേത്രപ്രവേശനം 36, പാലിയം സത്യാഗ്രഹം 1947 കാലഘട്ടത്തില്. അപ്പം ഇനിയും ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി പഴം എന്ന് അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ 2024 തന്നെ ഇത് 3 times ചോദിച്ച ചോദ്യമാണ്. ഏത്? ഡൽഹൌസി പ്രഭു ഏതിനെയാണ്? അവധിനെയാണ് ചെറിപ്പഴം എന്ന് വിശേഷിപ്പിച്ചത്. നെക്സ്റ്റ്. താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആര്? മിതവാദികളിൽ ഉൾപ്പെടുന്ന നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ. ബിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധരത്തിൽ ഇതിനകത്ത് ഉൾപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഇതുപോലെ തന്നെ തീവ്രവാദികൾ എന്നൊക്കെ പറഞ്ഞ് വേറെ രീതിയിലും പരീക്ഷയ്ക്ക് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പൊ ഇതുവരെ നമ്മൾ 2 ഹിസ്റ്ററി ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഞാൻ ഒറ്റ പിന്നെന്താണ് പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിരിക്കുവാണ്. അപ്പൊ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും നല്ലതായിരിക്കും. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് എല്ലാത്തിനകത്തും ഓരോന്നും 5 വെച്ചേ ഉള്ളല്ലോ. സോ അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ ഇച്ചിരി ടൈം എടുക്കുന്നു. അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ ഇച്ചിരി താമസം വരുന്നത് കേട്ടോ. അപ്പം എന്റെ കഴിവതും ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ 2ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യ നാമം ഏത്? ഈ ഓപ്പറേഷൻ ബാർബറോസ. സെയിം ഇതുപോലത്തെ വേറൊരു ചോദ്യം ഡിഗ്രി ലെവൽ എക്സാംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് പറയുന്ന പേരാണ് ബാർബറോസ. ജർമ്മനി റഷ്യ ആക്രമിച്ചതിന് ബാർബറോസ എന്ന് പറയുന്നത്. ബാർബറോസ ഇത് വേറൊരു പോയിന്റ് ആയിട്ട് ഡിഗ്രി ലെവൽ എക്സാംസിന് 2024 ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തില് ഗറില്ല സമരം നടത്തിയത് ആര്? ഗറില്ല സമരം നടത്തിയത് താന്തിയ തോപ്പിയാണ്. പുരാതന കാലത്ത് കേരളവുമായി യമനന്മാർക്കും റോമക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം ഏത്? പട്ടണം. ഇന്ത്യയിലെ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ക്രമം തിരഞ്ഞെടുത്ത് എഴുതുക. ചമ്പരാൻ സത്യാഗ്രഹം, ഖേദ 18, നിസ്സഹകരണ പ്രസ്ഥാനം 1920, സിവിൽ നിയമലംഘനം 30. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഇഷ്ടംപോലെ ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യാനുണ്ട്. അടുത്തടുത്ത പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ.
അപ്പം ശരി, എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കണക്റ്റഡ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കമന്റ് സെഷൻ എല്ലാവരും വായിക്കുമല്ലോ, അപ്പം അവർക്കൊരു ഉപകാരമായിക്കോട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു അറിവും വർദ്ധിക്കുകയും ചെയ്യും. അപ്പം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.